അപ്പോഴാണ് പോലീസ് നായ മുഹമ്മദിലേക്കുള്ള വഴി തുറന്നത്. പക്ഷേ മുഹമ്മദിനെ പറ്റിയുള്ള മാത്യുവിന്റെ സംസാരത്തിൽ പ്രതി മുഹമ്മദ് ആകാനുള്ള സാധ്യത അവർ തള്ളിക്കളഞ്ഞിരുന്നു. പക്ഷേ ആ അന്വേഷണങ്ങളുടെ അവസാനം ചെന്ന് നിന്നത് ഒരാളിൽ തന്നെയായിരുന്നു, തോട്ടം തൊഴിലാളിയായ മുഹമ്മദിൽ തന്നെ. മുഹമ്മദിനെ പറ്റി വിശദമായി അന്വേഷിക്കാൻ തന്നെ പോലീസ് തീരുമാനിച്ചു. മുഹമ്മദ് അന്നേ ദിവസം മെയിൻ റോഡിൽ നിന്ന് ഓട്ടോയിൽ കയറി ടൗണിലേക്ക് പോയെന്ന് നാട്ടുകാരിൽ ഒരാൾ മൊഴി നൽകി. അയാൾ ഓട്ടോയിൽ ചെന്നിറങ്ങിയത് ടൗണിലെ ഹാർഡ്വെയർ ഷോപ്പിലാണ്. മുഹമ്മദ് അവിടെ എത്തിയെന്നും എന്നാൽ കാണിച്ച സാധനങ്ങളൊന്നും ഇഷ്ടപ്പെടാതെ തിരികെ പോയെന്നുമായിരുന്നു കടക്കാരന്റെ മറുപടി. തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് കയറി പോകുന്നതും താൻ കണ്ടു എന്നും കടയുടമ മൊഴി നൽകി. മുഹമ്മദിന്മേലുള്ള സംശയം പോലീസ് ഉദ്യോഗസ്ഥർക്ക് കുറഞ്ഞുകൊണ്ടേയിരുന്നു. മുഹമ്മദ് പറഞ്ഞ പ്രകാരം ടൗണിൽ പോയി വന്നതിന്റെ എല്ലാ തെളിവുകളും പോലീസിന് ലഭിച്ചു. എങ്കിലും ആരാണ് മുഹമ്മദ് എന്നറിയാൻ പോലീസ് കൂടുതൽ അന്വേഷണങ്ങളും നടത്തി. വർഷങ്ങൾക്ക് മുൻപ് മലപ്പുറത്ത് നിന്നും വന്ന് വടാട്ടുപാറയിൽ സ്ഥിരതാമസമാക്കിയ ആളാണ് മുഹമ്മദ്. ഒരു ഒറ്റപ്പെട്ട പ്രകൃതം. അധികമൊന്നും അയാളെ പറ്റി ആളുകൾക്ക് അറിയില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അയാൾ ധ്യാനത്തിനെന്ന് പറഞ്ഞ് പോകാറുണ്ടെന്നും മൗനവ്രതമൊക്കെ ആചരിക്കുന്ന ആളാണെന്നുമൊക്കെ നാട്ടുകാരിൽ ചിലർ പറഞ്ഞു. അന്ധമായ വിശ്വാസമുള്ള ആളായിരുന്നു മുഹമ്മദ്.